വുഡിയും മാരിയമ്മയുടെ ഫോർത്ത് എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും വൂജോവും മെറിയും കൂടി കിസ് ചെയ്യുകയാണ്. ഇത് ചെക്ക് കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ വൂജോന്റെ ബാക്കിൽ നിന്നും മാത്രം കണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് തന്നെ ടീം ലീഡ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് ചായും ഫ്രണ്ട്സിന്റെ അടുത്തായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ചാ പോയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് വൂജോവും മെറിയും റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നതും. മെറീനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് വോജ് കൂടി ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഓരോരോ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ കയ്യിൽ ചുറ്റിക ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് സെക്രട്ടറിയുടെ അടുത്ത് പോയി ചുറ്റികയൊക്കെ മേടിക്കേണ്ടതായിട്ട് വരികയാണ്. എങ്കിൽ പോലും സെക്രട്ടറിക്ക് സംശയം തോന്നരുതല്ലോ. സോ അവരും ഭാര്യയും ഭർത്താവുമായിട്ടൊക്കെ സെക്രട്ടറിയുടെ മുമ്പിലും അഭിനയിക്കുന്നു. ഈ ഒരു വീക്കെൻഡ് മെറിയുടെയും ബൂച്ചുവിന്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ കൊള്ളാമെന്ന് സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നു. സോ സെക്രട്ടറിയും നമുക്ക് ഒന്നിച്ച് എവിടേക്കെങ്കിലും പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു കാര്യത്തിൽ നിന്നും ഒഴിവാക്കുവാനായിട്ട് മെറിയും ബൂച്ചുവും തനിക്ക് മറ്റു പ്ലാൻസ് ഉണ്ട് എന്നൊക്കെ അറിയിക്കുകയാണ്. പിന്നെ സെക്രട്ടറിയും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരും കെട്ടിപ്പിടിച്ചൊക്കെയാണ് വീട്ടിലേക്ക് കയറി പോകുന്നത്. ചായ ഇപ്പോൾ നന്നായി തന്നെ വൂച്ചുവിനെ ശ്രദ്ധിക്കുകയാണ്. താൻ കണ്ടിട്ടുണ്ടായിരുന്നത് വൂച്ചുവിനെ തന്നെയാണെന്നുള്ള ഒരു തോന്നലിലാണ് ചാ ഉള്ളത്. ചായും ആ ഒരു കാര്യമെല്ലാം തന്നെ ഹാനെ അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ടീം ലീഡിന്റെ വിവാഹമൊന്നും കഴിയാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും വിവാഹവേഷത്തിൽ നീ അയാളെ കാണുവാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഇല്ല എന്നാണ് ഹാൻ പറയുന്നത്. കൂടാതെ മീറ്റിംഗിന് മുമ്പായിട്ടും അവർ അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരു മീറ്റിംഗ് ഒക്കെ കൂടുവാനായിട്ട് മെറി കൂടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ടീം ലീഡിന് ഒരു പെൺകുട്ടിയുടെ കൂടെ വിവാഹവേഷത്തിലൊക്കെ ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നതെന്നും അവർ കിസ് ചെയ്യുന്ന കാഴ്ച പോലും താൻ കണ്ടുവെന്നും അവരുടെ ഫേസ് ക്ലിയർ ആയിട്ട് കാണുവാനായിട്ട് സാധിച്ചില്ല എന്നും എല്ലാം തന്നെ ചാ പറയുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടീനെ കാണുവാനായിട്ട് ആരെ പോലെ ഉണ്ടായിരുന്നു എന്ന് ഓയും ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് മുമ്പിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന മെറീനെ പോലെയാണ് ആ പെൺകുട്ടീനെ കണ്ടാൽ തോന്നിക്കുക എന്ന് അവളും പറയുന്നു. നീ കണ്ടത് ടീം ലീഡിനെയാണോ അല്ലയോ എന്നറിയുവാനായിട്ട് ഇത്രയേറെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫോട്ടോ സ്റ്റുഡിയോയിൽ പോകുന്ന എല്ലാവരും തന്നെ അവരുടെ പേര് അതിൽ എഴുതിയിട്ടായിരിക്കുമല്ലോ അകത്തേക്ക് കയറുക. അതുകൊണ്ട് നീയും ഫോട്ടോ സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് കോൾ ചെയ്ത് അന്വേഷിച്ച് നോക്ക്. പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആവുകയില്ലേ എന്ന് മെറിയുടെ ഫ്രണ്ടും ഒരു ഐഡിയ ഒക്കെ ചായക്കും പറഞ്ഞു കൊടുക്കുന്നു. സോ ചായയും അപ്പോൾ തന്നെ കോൾ ചെയ്യുന്നുമുണ്ട്. മെറി അപ്പോൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നിയത് കൊണ്ട് തന്നെ ഫോട്ടോ സ്റ്റുഡിയോയിൽ കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പേര് തെറ്റായിട്ടാണ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് വൂച്ചുവും മെറിയോട് പറയുന്നു. അപ്പോഴാണ് മെറിയും ഒന്ന് ആശ്വസിക്കുന്നത്. ഇപ്പോൾ അവരും വെഡിങ് ഫോട്ടോയിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ സംസാരിക്കുന്നു. ശരിക്കും ഫോട്ടോ എടുക്കുവാനായിട്ടായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് കിസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. വോജു ആണ് ഫസ്റ്റ് കിസ് ചെയ്തതെങ്കിൽ പോലും പിന്നീട് കിസ് ചെയ്തിട്ടുണ്ടായിരുന്ന മെറി വളരെയധികം ഇന്റൻസ് ആയിട്ടായിരുന്നു കിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കുറച്ച് കൂടുതലല്ലായിരുന്നോ? അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ വോജുവും ചോദിക്കുകയാണ്. വോജുവിന് മെറിയുടെ അടുത്ത് സംശയമുള്ളത് പോലെയാണ് മെറിക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവരും ആ ഒരു ഡിസ്കഷനൊക്കെ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചതിന് ശേഷം വോജുവും ഇപ്പോൾ അവന്റെ ഡ്രസ് എല്ലാം തന്നെ അവൾക്ക് കൊടുക്കുന്നു. നിലവിലെ സെക്രട്ടറി ഒരു തവണ വീട്ടിൽ വന്ന് പോയ സമയത്ത് വോജുവും അതേ വീട്ടിൽ തന്നെയാണോ താമസിക്കുന്നതെന്ന സംശയം സെക്രട്ടറിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ. സോ ഒരിക്കൽ കൂടി സെക്രട്ടറി വരികയാണെങ്കിൽ അങ്ങനെ ഒരു സംശയം തോന്നാതിരിക്കുവാനായിട്ടാണ് അവനും എല്ലാ സാധനങ്ങളും ഇപ്പോൾ അവൾക്ക് കൊടുക്കുന്നത്. നിലവില് മെറി കൊടുത്തിട്ടുണ്ടായിരുന്ന ഡിസൈൻ എല്ലാം തന്നെ ചെയർവുമണിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് നിന്റെ അടുത്ത് നിന്നും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുവാനായിട്ട് ചെയർവുമൺ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വൂജുവും പറയുകയാണ്. അതായത് വൂജു ആ ഒരു കമ്പനിയുടെ തന്നെ ചെയർവുമന്റെ കൊച്ചുമോനാണെന്നുള്ള കാര്യം ഇവർക്ക് ആർക്കും തന്നെ അറിയിക്കില്ല. അവനും വെറും ഒരു എംപ്ലോയി എന്ന രീതിക്ക് മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ഒരു സന്തോഷ വാർത്തയെല്ലാം തന്നെ ഫ്രണ്ടിന്റെ അടുത്തായിട്ട് മെറി വന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിട്ടായിരുന്നു ഫ്രണ്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഇത്രയും വലിയൊരു കമ്പനിക്ക് നമ്മുടെ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വരികയാണെങ്കിൽ അവരുടെ മറ്റു പ്രോഡക്ട്സിനും നമ്മുടെ ഡിസൈൻസ് ഒക്കെ യൂസ് ചെയ്യുവാനായിട്ട് പറയും. സോ നമുക്ക് വലിയൊരു വർക്ക് തന്നെ ആയിരിക്കും കിട്ടുക എന്ന് ഫ്രണ്ടും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് മുത്തശ്ശിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ ഫ്രണ്ട് അറിയിക്കുന്നത്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശിയുടെ അമ്മായിയമ്മയായിരുന്നു ഒരു ചെറിയ സ്റ്റീം ബൺ ഷോപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് മുത്തശ്ശിയും അത് നോക്കി നടത്തി. ആ ഒരു ചെറിയ സ്റ്റീം ബൺ ഷോപ്പിൽ നിന്നുമാണ് ഇപ്പോൾ ഉള്ള ഇത്രയും വലിയൊരു കമ്പനി തന്നെ ഉണ്ടായത്. അതെല്ലാം തന്നെ മുത്തശ്ശി ഒറ്റയ്ക്ക് നേടിയെടുത്തതാണ്. ഇപ്പോൾ 70 വയസ്സൊക്കെ മുത്തശ്ശിക്ക് ഉണ്ടെങ്കിൽ പോലും അവര് എല്ലാ ദിവസവും രാവിലെ ഫാക്ടറിക്കുള്ളിൽ വന്നിട്ട് സാധനങ്ങളുടെ ക്വാളിറ്റി എല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങളും നോക്കി നടത്തുന്നതെന്നെല്ലാം തന്നെ ഫ്രണ്ട് പറയുമ്പോഴത്തേക്കും മെറിക്കും ആ ഒരു ക്യാരക്ടറൊക്കെയുള്ള മുത്തശ്ശിനെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. കോയുടെ അടക്കെല്ലാം തന്നെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്കിളും വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അങ്ങനെയിരിക്കെ കോയുടെ വൈഫുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വൈഫൊക്കെ വളരെയധികം വിഷമത്തിലാണുള്ളത്. പറ്റുമെങ്കിൽ കോയുടെ വൈഫിന് നമ്മുടെ കമ്പനിയിൽ തന്നെ ജോലി കൊടുക്കണമെന്ന് മുത്തശ്ശി അറിയിക്കുന്നു. ശരിക്കും കോ ആയിരുന്നല്ലോ കമ്പനിയിൽ നടക്കുന്ന തിരിമറികളെ കുറിച്ചെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് അങ്കിളിനെ ആ വിവരം എല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്കിളാകട്ടെ കോ മരണപ്പെട്ടു പോയത് കൊണ്ട് തന്നെ എല്ലാ കുറ്റങ്ങളും കോയുടേതാണെന്നുള്ള രീതിക്ക് മുത്തശ്ശിനെയും അറിയിക്കുന്നു. അതായത് കമ്പനിക്കുള്ളിൽ ഒരു ഓഡിറ്റ് ഒക്കെ നടത്തിയ സമയത്ത്
ഒരുപാട് പണം തിരിമറികൾ നടത്തിയതായിട്ട് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും അവനെ കണ്ട് സംസാരിച്ചു. അവനാകട്ടെ എല്ലാ കുറ്റവും ഏറ്റെടുത്തിട്ട് പണം ഉടനെ തന്നെ തിരിച്ചു തരുവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കുമെന്നും എന്നോട് പറഞ്ഞു. പക്ഷെ അതിനുശേഷമായിരുന്നു അവന് അപകടം സംഭവിച്ചത്. അങ്ങനെയിരിക്കെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനെ അറിയിക്കുകയാണെങ്കിൽ മരിച്ചൊരാളുടെ പേരിൽ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസ് മീറ്റ് ഒന്നും നടത്താതെ ആരും ഈ ഒരു കാര്യം അറിയാതെ വെക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് അങ്കിളും പറയുന്നു. അങ്കിൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശിയും വിശ്വസിച്ചു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നിലവിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കോയ്ക്ക് പകരമായിട്ട് അക്കൗണ്ട്സിന്റെ കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് നാളത്തേക്ക് ഉൻസു നോക്കട്ടെ എന്ന രീതിക്കാണ് മുത്തശ്ശി അറിയിക്കുന്നത്. ഉൻസും അതെല്ലാം തന്നെ സമ്മതിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആന്റിയും ആ അപകടത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കാർ അപകടം ഉണ്ടായ സമയത്ത് ഒറ്റയ്ക്കായത് വളരെയധികം നന്നായി. ഫാമിലിയൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും തന്നെ അപകടം പറ്റുന്നതായിരിക്കുമെന്ന് ആന്റി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് ഇതേപോലത്തെ ഒരു അപകടത്തിലായിരുന്നല്ലോ വൂജുവിനെ നഷ്ടപ്പെട്ടത്. ആ ഒരു കാര്യത്തെക്കുറിച്ചെല്ലാം തന്നെ ആന്റിയും ഓർക്കുന്നത്. സോ ആന്റിയും വൂജുവിനെ വിഷമിപ്പിക്കാനായിട്ട് പറഞ്ഞതല്ല എന്നെല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിലും വൂജുവിന് പിന്നീട് ഫുഡ് കഴിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവനും അവിടെ നിന്നും എണീറ്റ് പോകുന്നു. കൂടാതെ ആന്റി ഇങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ടാണല്ലോ ബൂച്ചു ഫുഡ് കഴിക്കാതെ പോയിട്ടുണ്ടായിരുന്നത്. സോ മുത്തശ്ശിയും ആന്റിയുടെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുകയാണ്. ആ ഒരു അപകടമൊക്കെ നടന്നിട്ട് ഇത്രയേറെ വർഷമായില്ലേ? അങ്ങനെയിരിക്കെ പൂച്ചന് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. അവൻ നോർമലായിട്ട് തന്നെയാണ് പെരുമാറുന്നതെന്ന് ആന്റി പറയുന്നുണ്ട്. എങ്കിൽ പോലും ഉൻസുവും അവന് ഇങ്ങനത്തെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് വിഷമം തോന്നും. അവന്റെ കയ്യിലും കുട്ടിക്കാലത്ത് കിട്ടിയ ഒരു ടോയ് ഉണ്ട്. ആ ഒരു ടോയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവന്റെ വിഷമം എല്ലാം തന്നെ മാറ്റുന്നത്. അത് ശരിക്കും ഒരു കംഫോർട്ട് ടോയ് ആണെന്നെല്ലാം തന്നെ ഉൻസുവും അറിയിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഇപ്പോൾ വൂച്ചും റൂമിന്റെ അകത്തേക്ക് വരുന്നു. അവനും അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ നോക്കി ഇരുന്നതിന് ശേഷം നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ടോയും നോക്കി ഇരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ശരിക്കും അവന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത്. അവനും ഫാമിലിക്കും അപകടമൊക്കെ സംഭവിച്ചതിന് ശേഷം അവൻ പതിയെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്തായിരുന്നു ഒരു ടാക്സി അവന്റെ നേർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടാക്സിയിൽ ഉണ്ടായിരുന്നതാകട്ടെ മെറിയും അതുപോലെ തന്നെ മെറിയുടെ അച്ഛനുമായിരുന്നു. മെറിയുടെ അച്ഛനും ഉടനെ തന്നെ ആംബുലൻസിനെ കോൾ ചെയ്തിട്ട് പൂജന്റെ പേരൻസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. ഇപ്പോഴാകട്ടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുവാനായിട്ട് മെറിയുടെ അച്ഛനും മെറിയും കൂടി പോലീസ് സ്റ്റേഷനിലും ഇരിക്കുകയാണ്. ബൂച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന മെറിയും ഇപ്പോൾ അവന്റെ അടുത്ത് പോയി ഇരുന്നിട്ട് എന്റെ അച്ഛൻ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നാണ്, ഇത് നീ എടുത്തോ എന്ന് പറഞ്ഞ് അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ടോയ് ഇപ്പോൾ അവനെ ഏൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. മാത്രല്ല അതിലെ ഒരു സ്വിച്ചിലൊക്കെ ഞെക്കി കഴിയുമ്പോഴത്തേക്കും നീ കരയുകയാണെങ്കിൽ നിന്നെ കടുവ പിടിച്ചോണ്ട് പോകുന്നതായിരിക്കുമെന്ന് മെറിയുടെ അച്ഛൻ പറഞ്ഞ ആ ഒരു വോയിസും കൂടി അതിൽ കേൾക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവിടേക്ക് മുത്തശ്ശി എത്തിയിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശിനെ കണ്ട് ഉടനെ തന്നെ വൂജുവും കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടുന്നു. പിന്നീട് വൂജു തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവിടെ മെറി ഉണ്ടായിരുന്നില്ല. മറിച്ച് മെറി തന്റെ ടോയ് അവിടെ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ വൂജു പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു ടോയ് എടുത്തുകൊണ്ട് പോകുവാനായിട്ടും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ അപ്പോഴായിരുന്നു അവിടെ ഇരുന്ന് കരയുന്ന മെറീനെ അവനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വൂജുവിന്റെ പേരൻസ് എല്ലാം തന്നെ മരിച്ചു പോയോ, ഇനി വൂജുവിനെ ആര് നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മെറി കരഞ്ഞിട്ടുണ്ടായിരുന്നത്. മെറീനെ അച്ഛൻ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വൂജുവും വളരെയധികം ഹാപ്പി ആയിട്ട് ആ ഒരു ടോയ്ക്ക് നോക്കിയിരിക്കുന്നു.